ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഇന്ന് ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പി. ഇതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ, അതായത് ആദ്യമൊക്കെ പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം, വായോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാനൊരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകൊന്ന് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ ഞാൻ ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ ചേർക്കാറില്ല കേട്ടോ. പിന്നെ ഇതിപ്പം ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകവും കൂടെ ഒന്നങ്ങ് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉഴുന്ന് ചേർക്കാതാണ് ഈ തോരൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുത്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴേക്കും. ഇനി ഒരു വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കുക. ഉഴുന്നൊക്കെ ഒന്ന് ബ്രൗൺ കളറിലോട്ട് എത്തണേ, അതുവരെയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഉഴുന്നൊക്കെ പെട്ടെന്ന് അങ്ങ് നിറം മാറി ഒരു കരിഞ്ഞ പോലെ ആവും. അങ്ങനെ ആവരുത് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള നോക്കി ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. ഇനി നമുക്ക് ഈ സവാള എല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ലേ. ജസ്റ്റ് ഒന്നങ്ങ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ ദാണ്ടെ സവാളയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാകം ആകുമ്പോഴേക്കും ഇനി അത് ഞാൻ ഒരു ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ, അത് ക്യാബേജിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ല കുട്ടി കുട്ടിയായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തോരനകത്ത് നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ഇത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിക്കാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് അത് പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ തോരൻ കുറച്ചധികമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാര്യം ഈ തോരൻ നമ്മുടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാലിയാവും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ തോരന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിനങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊക്കെ ഈ ക്യാരറ്റിനും ക്യാബേജിനൊക്കെ നല്ല വേവ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുവേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്ത് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ദാണ്ടെ ഒരു 2, 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്തേക്കണേ. അപ്പോൾ ദാണ്ടെ ഒരു 2, 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇപ്പം തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഞാൻ അരപ്പാക്കിയിട്ടൊന്നും അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് തേങ്ങ മാത്രം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇടുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് അധികം തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ഈ തോരന് നല്ലൊരു ടേസ്റ്റ്. അപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അധികം നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയേ.
ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനാണോ തോരൻ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇങ്ങനെ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്ക്. എല്ലാവർക്കും ഇഷ്ടാവും. അപ്പഴ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അതാണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.